ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താ പരിപാടി? കളങ്കാവൽ സിനിമ റിലീസാണ്, അപ്പോൾ അതിന് പോകണം. അപ്പം ബാക്കി പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ, അവരൊക്കെ എണീച്ചോ നോക്കാം. ഇവിടെ ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മണിക്ക് എണീച്ചു സാർ? ഞാനൊരു അരമണിക്കൂറായി. പടത്തിന് പോണ്ടേ? നല്ല കാലാവസ്ഥ. ഡെയിലി പേപ്പർ വായിക്കൂ? ഇവിടെ എപ്പോഴും ഒരു മയിൽ വന്ന് നിൽക്കും. ഈ റോയിലുള്ള ഒരു 5-6 വീട്ടിൻ്റെ മേലെയും മാറി 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 യാത്ര ചെയ്യുന്നതാണത്. ഇപ്പോൾ എൻ്റെ ഈ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൻ്റെ മേലെയുണ്ട്. രാത്രി തെങ്ങിൻ്റെ മേലെ പോയിട്ടിരുന്ന് സൗണ്ട് ഉണ്ടാകും. അതാണ് തോന്നുന്നു ഓരോ തേങ്ങ താഴെ ഇടുന്ന സൗണ്ട് കേൾക്കുക. ഏത്? അതത്രയാണല്ലോ, അതിൻ്റെ മേലെ വലുതാവില്ല. ഇതില് മാങ്ങ ഒന്നും കിട്ടില്ല. ആകെ ഇതേപോലെ 2, 3, 4, 5 കിട്ടില്ല. അച്ഛൻ എണീച്ചില്ല. അവരെന്തായാലും നല്ല ഉറക്കമായിരിക്കും. രാത്രി ഉറങ്ങാൻ ലേറ്റായാ അവര്? എത്ര മണിക്ക് ഉറങ്ങി? 1 മണി, 12 മണി? നീ പോയില്ലേ? പോയിട്ട് ഒരു അരമണിക്കൂർ. ഞാൻ 11:15 വൈകുന്നേരം. അങ്ങനെ അച്ഛൻ മീനും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ ഏതാ മീന്? കേര. അവിടെ നോക്കട്ടെ, അങ്ങോട്ടേക്ക് വരാം. അതിപ്പുറത്ത് ഏതാണ്? ഉള്ളിയാ? ഇത് ഉള്ളിയാണ്. ഓക്കെ. എന്താന്ന് പരിപാടി? പറ. സിനിമയ്ക്ക് പോണ്ടേ? പോണ്ടേ? പറയടാ. ഇന്നെന്താണ് മീന്? നീ എന്നെ കൊണ്ടാ കറി? കറിയാ ഇഷ്ടം. ഗുഡ് മോർണിംഗ് അനിരുദ്ധ് വി. ഗുഡ് മോർണിംഗ് എന്ന് പറ. എന്താ പരിപാടി? സിനിമയ്ക്ക് പോണ്ടേ? എണീക്ക്, പല്ലേക്ക്. ആവശ്യമായിട്ടും കുളിച്ചാ? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കളങ്കാവൽ മൂവിക്ക് ഇറങ്ങുകയാണ്. എന്താണ്, പോയിട്ട് വരാല്ലേ? സമയമായില്ലേ? സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. 9 ആയിരിക്കാണ് ഷോ. അച്ചോടെ ഇറങ്ങാം. ഓക്കെ, ബായ്. തിയേറ്ററിൽ നിന്ന് കാണാം. ചേട്ടാ ടിക്കറ്റ് ഇല്ല, ഒന്ന് കയറ്റാൻ പറ്റുമോ? ടൈമിംഗ് ആണല്ലോ നമുക്ക്. വന്നുണ്ട് പരസ്യം. അങ്ങനെയുണ്ട്. മീൻ എങ്ങനെയുണ്ട്?
അങ്ങനെയുണ്ട് പറയോ കഴിച്ചിട്ട്? പതുക്കെ കഴിച്ചാൽ മതി, സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെയുണ്ട് സാർ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ പോയിട്ടിനി എപ്പോ വരും? പോയിട്ട് നീ ഗുരുവായൂർ പോകുമ്പോ ഗുരുവായൂർ പോകുമ്പോഴേ വരുള്ളൂ. രണ്ടുപേരും നമുക്ക് ഗുരുവായൂർ പോവാം, നാളെ മറ്റന്നാളെ പോവാം. ഇല്ല ഞായറാഴ്ച ഗുരുവായൂർ ഞായറാഴ്ച പറയുന്നുണ്ടല്ലോ. ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കുണ്ടാവുന്ന കല്യാണം മുഹൂർത്തമൊക്കെയുള്ള. അപ്പൊ തിങ്കളാഴ്ച പോവാ അല്ലേ? ഞായറാഴ്ച കല്യാണ മുഹൂർത്തമൊക്കെ ഉള്ളതല്ലേ, നല്ല തിരക്കുണ്ടാവും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച സാധനങ്ങളൊക്കെ ഉണ്ടോ? തിങ്കളാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച നല്ല തിരക്കുണ്ടാവും പറയുന്നു. തിങ്കളാഴ്ച പോവാ. എങ്ങനെ പോണം? ചെലപ്പോ ചിന്നു വരും. നോണ ചിലപ്പോ എന്ന് പറഞ്ഞാലും വരില്ല. ചിന്നു ചെലപ്പോ ബുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ പക്ഷെ ചിന്നു ഗുരുവായൂർക്കില്ല, ഈശായോഗൊക്കെ ഉള്ളൂ. ട്രെയിനുണ്ടോ എവിടേക്ക്? ഗുരുവായൂരിലേക്ക്. ഗുരുവായൂർക്ക് പട്ടാമ്പിക്ക് ട്രെയിൻ ഉണ്ടല്ലോ. കാറിൽ പോവാ, നല്ല കാറല്ലേ? അതെ, ചെറിയ കാറാണെങ്കിലും ഞങ്ങൾ 4 പേര് പോവാ. നിങ്ങൾ ഇവിടെ ഇരുന്നോ? പകല് പോയിട്ട് വരുന്നല്ലോ. ഞങ്ങൾ പോവാ, നിങ്ങൾ ഇവിടെ ഇരുന്നോ? നേരെ പോയിട്ട് വരണം. അല്ലേ, ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ട് വരാം. മേമുണ്ടല്ലോ. ആര് മേമ? മേമ വരുന്നില്ല. മേമൊന്നുമില്ല, മേമയ്ക്ക് റെസ്റ്റ്. എന്നെ ഒന്നും വേണ്ട പറഞ്ഞു. ആര് വേണ്ട പറഞ്ഞു? നിങ്ങൾ നാലാളും കൂടി പോയിട്ട് വരുമോ? 5 പേർക്ക് ഇരിക്കാം സുഖമായിട്ട്. ഞാനും ഓനും വെല്ലിട്ട് സൈഡ് ആവും. മേമ വെല്ലിട്ടാണ് അതിലേക്ക് ഇരിക്കാം. എന്താണ്? അല്ലേ? 5 പേരും കൂടി ആ, നോക്കാം. 5 പേരും കൂടെ പോവാ. ആരാ പോവാ? അപ്പൊ ഓക്കെ. അമ്മയാണ് പോയിട്ട് കൊറേ ആയിരിക്കണ. ഞാനും സുൽമാവിന്റെ കൂടെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ മങ്കയിലാവും. ആരാണ് ഒരുപാട് അയക്കുന്നത് അവര് പോവാ. അല്ല കുഴപ്പമില്ല. മേമ മതി. അതെന്താ വല്യമ്മ വേണ്ടാത്ത? അച്ഛനൊന്നും പോകണ്ട. ഞാൻ പോകണില്ല. അമ്മ ഇവിടെ ഇല്ല. അവിടെ അച്ഛനുണ്ടോ? അച്ഛൻ ഇവിടെ ഇല്ല, വീട്ടില്. ബായ് വെള്ളി 1000 രൂപ വാങ്ങിക്കണം അവിടുന്ന്. ബായ് ആദർശ ചേട്ടാ. അത് അവിടെ തന്നെ കിട്ടുമല്ലോ. കിട്ടില്ല. ബായ് അവിടെ കിട്ടില്ല. ബായ്. ഇന്ന് പറയുന്നത് കിട്ടുവോ? വെള്ളി 1000 രൂപ. അങ്ങനെ എനിക്ക് ഇവിടെയൊക്കെ അതിന്റെ അത് എനിക്ക് ഇഷ്ടമല്ലാത്ത സിംബലാണ്. അവരോട് പറഞ്ഞ അച്ചുവിന്റെ സിമ്പല് എങ്ങനെയാണ്? ഹെൽമെറ്റ് അവിടെ. ശരി, 2 ഹെൽമെറ്റ് ഇടുക, നോക്കി പോവാ. ബായ്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ മൂവിൻ്റെ റിവ്യൂ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കസിനായിട്ടെൻ്റെ ഫോണിലായിരുന്നു. അപ്പോൾ അത് അയക്കുമ്പോൾ ക്ലാരിറ്റി കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. മൂവി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എൻ്റർടൈനിങ് ആണ്, അങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. മമ്മൂട്ടീൻ്റെ അഭിനയം വേറെ ലെവല്, ഒന്നും പറയാനില്ല. ഒരു വെറൈറ്റി ക്യാരക്ടർ തന്നെയാണ് ഇപ്രാവശ്യം മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വിനായകൻ ചേട്ടനും കൊള്ളാം, വേറെ ലെവല്. വിനായകൻ ചേട്ടൻ്റെ ഒരു നമ്മളല്ലെങ്കിൽ എപ്പോഴും കുറച്ച് ഫണ്ണ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഒരു സ്പെഷ്യൽ എപ്പോഴും കാണുന്ന ഒരു ക്യാരക്ടറായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആണ്. നിങ്ങളെന്തായാലും പോയി കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കസിൻസിന് എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് പറയണം എന്ന് തോന്നിയതാണ്. ഓക്കെ.